അന്ന് രാത്രി പിന്നീട് രാജീവ് തനുജയെ വിളിച്ചു. ഹലോ സാർ, എന്താ ഈ നേരത്ത്? തനു വളരെ നിഷ്കളങ്കമായി ചോദിച്ചു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടോ. എനിക്കാണെങ്കിൽ ഇവിടെ സംസാരിക്കാൻ ആരുമില്ല. ഓഫീസിലെ കാര്യം തന്നെ തനിക്ക് അറിഞ്ഞുകൂടെ? എല്ലാവരും എന്നെ അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നു. എനിക്ക് ആരുമില്ല തനു. അധികം പരിചയമില്ലെങ്കിലും തനുവിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഞാൻ ഈ സമയത്ത് വിളിച്ചത്. ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ തനു? രാജീവ് വളരെ സങ്കടത്തോടെ പറഞ്ഞു. എന്താണ് രാജീവ് സാർ ഇങ്ങനെയൊക്കെ പറയണത്? സാറ് വിളിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞു. അതുകൊണ്ടാ ചോദിച്ചത് എന്തിനാ വിളിച്ചതെന്ന്. സാറിന് എന്നോട് എന്തു വേണമെങ്കിലും പറയാൻ. ആരുമില്ല എന്ന തോന്നലൊന്നും വേണ്ട. ഞാൻ എന്നും സാറിന് നല്ലൊരു ഫ്രണ്ടായിരിക്കും. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം. സാർ ഒന്നിനെയും പറ്റി ചിന്തിക്കണ്ട. ഇപ്പോൾ പോയി കിടന്നുറങ്ങൂ. നാളെ ബാങ്കിലും ഓഫീസിലും പോവണ്ടേ എന്ന് പറഞ്ഞ് തനു അയാളെ സമാധാനിപ്പിച്ചു. എനിക്ക് ആരുമില്ല തനു. ഞാൻ എന്തിനീ ഭൂമിയിൽ ജീവിക്കണം? എന്നോട് സംസാരിക്കാൻ ആരുമില്ല. എന്നെ കേൾക്കാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല തനു എന്ന് പറഞ്ഞ് രാജീവ് പിന്നെയും കരയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടപ്പോൾ തനുവിന്റെ കണ്ണറിയാതെ നിറഞ്ഞു. സാറിന് ഞാനുണ്ട്. എന്നും ഞാനുണ്ടാകും. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് സാറ്. സാർ ഇപ്പോൾ പോയി കിടന്നുറങ്ങ്. ഇനി നാളെ സംസാരിക്കാം. ആരുമില്ല എന്ന തോന്നലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഗുഡ് നൈറ്റും പറഞ്ഞ് തനു ഫോൺ വെച്ചു. എടി തനുക്കുട്ടി, ഇനി എനിക്ക് നീ മാത്രം മതി. നീയാകുമ്പോൾ പിന്നെ പണച്ചെലവില്ല. നിനക്കും നാട്ടിൽ ഭർത്താവില്ലല്ലോ. അപ്പോൾ പരസ്പരം സഹകരണത്തോടു കൂടി ഒരു ഒത്തുചേരൽ. പക്ഷേ വളച്ചെടുത്ത് എന്റെ റൂട്ടിൽ കൊണ്ടുവരാനാണ് കഷ്ടപ്പാട്. പെട്ടെന്നൊന്നും വളയുന്ന ടൈപ്പല്ല. ഇപ്പോഴൊന്നും എന്റെ തനി സ്വഭാവം അറിയിക്കാനും പറ്റില്ല. സമയം ഏറെ എടുക്കും എന്നാ തോന്നുന്നത്. സാരമില്ല, കാത്തിരിക്കാം. അല്പം വൈകിയാലും കിട്ടാൻ പോകുന്നത് 4 തരം പായസം കൂട്ടി നല്ല സദ്യയാണെങ്കിൽ കാത്തിരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? ഏതായാലും അവളുടെ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് കാര്യം നടത്തണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് രാജീവ് കണ്ണടച്ചു കിടന്നു. അപ്പോഴും സെറീനയെ പറ്റിയുള്ള ചിന്തകൾ വേട്ടയാടുകയാണ് രാജീവിന്റെ മനസ്സ് നിറയെ. ഈ പെണ്ണ് എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലല്ലോ. എപ്പോഴും ഇവളുടെ ഓർമ്മകൾ മാത്രം. ഞാനാണെങ്കിൽ അവളുമായി വിടക്കുകയും ചെയ്തു. തനു ആണെങ്കിൽ ഇനി വളഞ്ഞു വരാൻ സമയമെടുക്കും. രാജീവ് ഫോൺ എടുത്ത് തങ്കപ്പൻ ബ്രോക്കറെ വിളിച്ചു. എന്താണ് സാറേ ഈ സമയത്ത്? സാറിന് ഉറക്കമൊന്നുമില്ലേ? തങ്കപ്പൻ ചോദിച്ചു. അധികം പണച്ചെലവില്ലാതെ എന്തെങ്കിലും ഒന്ന് സെറ്റപ്പ് ചെയ്ത് തരാൻ പറ്റുമോ തങ്കപ്പ? രാജീവൻ ചോദിച്ചു. എന്താ സാറേ, സെറീന മേഡത്തെ മടുത്തോ സാറിന്? തങ്കപ്പൻ ചോദിച്ചു. തങ്കപ്പൻ ഒരു ബ്രോക്കറാണ്. ആവശ്യക്കാർക്ക് പെണ്ണുങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പിമ്പ്. രാജീവന് സെറീനയെ പരിചയപ്പെടുത്തിയത് തങ്കപ്പനാണ്. അവളെ മടുക്കാനോ എനിക്കോ അതൊരിക്കലുമില്ല. എത്ര ഭോഗിച്ചാലും അവളെ എനിക്ക് മതിയാകില്ല. പക്ഷേ അവൾക്ക് കൊടുക്കാനുള്ള പണം എന്റെ കയ്യിലില്ലടോ. മുടിഞ്ഞ റേറ്റാണ് അവൾക്ക്. അവളെയൊന്നും സാധാരണക്കാർക്ക് താങ്ങില്ല. താൻ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ, രാജീവ് സങ്കടത്തോടെ പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന സാറ് ഇങ്ങനെ എച്ചിത്തരം പറയല്ലേ. സാറിനറിയാലോ, എന്റെ കയ്യിലുള്ളതിനെല്ലാം വലിയ റേറ്റാണ്. എത്ര വില കൊടുത്താലും വാങ്ങാൻ ആള് വേറെയുണ്ട്. നല്ലത് കിട്ടണമെങ്കിൽ നല്ല വില കൊടുക്കണം. അത് പ്രപഞ്ച സത്യമാണ് സാറേ. അയാൾ പൊട്ടിച്ചിരിച്ചു. സാർ ഒരു കാര്യം ചെയ്യ്. കാശാകുന്നത് വരെ ഭാര്യയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. ഒന്നുമില്ലാത്തതിലും നല്ലതല്ലേ അത്? തങ്കപ്പൻ പറഞ്ഞു. എടോ, തന്റെ കയ്യിൽ ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ പറ. അല്ലാതെ തന്റെ ഉപദേശമൊന്നും വേണ്ട. ഭാര്യയെ പറ്റാത്തത് കൊണ്ടല്ലേടോ ഞാൻ തന്നെയൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നത്. എടോ, തനിക്കറിയോ, പണം കൊടുത്തു വാങ്ങുന്നതിന്റെ മൂല്യമൊന്നും ഫ്രീ സർവീസിന് ഉണ്ടാകില്ല. പോരാത്തതിന് 2 നോർമൽ ഡെലിവറി കഴിഞ്ഞതാ. മറ്റൊന്നും കിട്ടാതെ ഭാര്യയെ മാത്രം ആശ്രയിക്കുന്നവർക്ക് എന്റെ ഭാര്യ ദേവിയാണ്, എന്റെ ഭാര്യ പുണ്യമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കാം. വിശക്കുമ്പോൾ വാട്ടുകപ്പ തിന്ന് ജീവിക്കുന്നവർക്ക് അതാണ് രുചി. എന്നാൽ നല്ല സദ്യയുണ്ട് ജീവിച്ചവർക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാം. താൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. തന്റെ കയ്യിൽ എനിക്ക് പറ്റിയത് വല്ലതും ഉണ്ടോ? രാജീവ് അല്പം ശബ്ദം കനപ്പിച്ച് ചോദിച്ചു. പണമുണ്ടെങ്കിൽ പെണ്ണുമുണ്ടാകും സാറേ.
സാറ് പോയി പണം ഉണ്ടാക്കിക്കൊണ്ട് വാ എന്ന് പറഞ്ഞ് തങ്കപ്പൻ ഫോൺ വെച്ചു. രാജീവ് അപ്പോൾ തന്നെ അനുവിനെ വിളിച്ചു. പെട്ടെന്ന് പാതിരാത്രിയിലുള്ള രാജീവന്റെ ഫോൺ കോൾ കണ്ടപ്പോൾ അനു ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഫോൺ എടുത്തു. എന്താ രാജീവേട്ട ഈ സമയത്ത്? അനു ചോദിച്ചു. അത് പിന്നെ അനു, ഇന്ന് ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. കാറിൽ ചെളിയായതിന്റെ പേരിൽ നിന്നെ കുറ്റപ്പെടുത്തി. അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. സോറി മോളെ, എന്നോട് നീ ക്ഷമിക്കില്ലേ? രാജീവ് വളരെ കുറ്റബോധമുള്ളവനെ പോലെ സംസാരിച്ചു. എന്തേ ഈ സമയത്ത് വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ട് പിന്നെ സോറി പറഞ്ഞോണ്ട് വരും. പറഞ്ഞതും ചെയ്തതും എല്ലാം ഞാൻ മറക്കണം. സമയം ഇത്രയായില്ലേ, നാളെ ജോലിക്ക് പോകണ്ടേ? ഉറങ്ങാൻ നോക്ക് രാജീവേട്ട, അനു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറ, എങ്കിലേ എനിക്കിന്ന് ഉറങ്ങാൻ കഴിയൂ. പറ മോളെ, എന്നോട് ക്ഷമിച്ചു എന്ന് പറ. രാജീവ് അല്പം കൂടി താഴ്ന്നു സംസാരിച്ചു. ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി പോയി കിടന്നുറങ്ങ്, അനു പറഞ്ഞു. ശരി, എനിക്കതു മതി മോളെ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഞാൻ ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അവന്റെ അമ്മയുടെ ചികിത്സയ്ക്കാണ്. അവന്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. നിന്റെ അക്കൗണ്ടിൽ നിന്നും കുറച്ച് പണം എനിക്ക് അയച്ചു തരുമോ? എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തരാം. അവന്റെ അമ്മയ്ക്ക് അടുത്ത ആഴ്ച സർജറിയാണ്. ഒരു മനസാക്ഷിക്കുത്തു പോലുമില്ലാതെ രാജീവൻ അനുവിനോട് കള്ളം പറഞ്ഞു. എന്റെ കയ്യിൽ പണമൊന്നുമില്ല രാജീവേട്ടാ. വീട്ടിലെ എല്ലാ ചിലവും ഞാൻ തന്നെ നടത്തണം. മോളുടെ ഫീസ് അടച്ചിട്ടില്ല, അതടയ്ക്കണം. എത്ര മാസമായി ഒരു രൂപ പോലും രാജീവേട്ടൻ വീട്ടിൽ തരാറില്ല. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. അതുമാത്രവുമല്ല, ഈ ഹോസ്പിറ്റലിൽ എത്ര ബില്ലാകും എന്ന് പോലും എനിക്ക് അറിയില്ല. അനു വളരെ ദയനീയമായി പറഞ്ഞു. എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടല്ലേ തരാത്തത്? അല്ലെങ്കിലും എന്റെ സ്വത്തുക്കൾ മുഴുവനും നിനക്കും മക്കൾക്കുമല്ലേ. ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ നിനക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ. രാജീവ് കുറച്ചുകൂടി മര്യാദക്കാരനെ പോലെ സംസാരിച്ചു. ഈ ഹോസ്പിറ്റലിൽ ആ ഇൻഷുറൻസ് കിട്ടില്ല. എന്റെ കയ്യിൽ പണമൊന്നുമില്ല രാജീവേട്ടാ, അനു അല്പം കനപ്പിച്ച് സംസാരിച്ചു. എടി, പണമില്ലാഞ്ഞിട്ടാണോ വലിയ AC റൂമൊക്കെ എടുത്തത്? നീയല്ലേ അതിന്റെ പണം അടയ്ക്കുന്നത്? അതോ ഇന്നവിടെ കണ്ട നിന്റെ സൂപ്രണ്ട് സാറാണോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നീ കരുതരുത്. നിന്റെ പണ്ട സമ്പാദിച്ച കുറച്ച് കാശ് FD ഇട്ടിട്ടില്ലേ? ആ കാശൊക്കെ ചാവുമ്പോൾ കൊണ്ടുപോകാനാണോടി? അതിൽ നിന്നും തന്നാലും മതി. പിടിച്ചുവെച്ച ദേഷ്യം രാജീവൻ പുറത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല. രാജീവേട്ടൻ ഫോൺ വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞ അനു ഫോൺ കട്ടാക്കി. എടി മോളെ, നീ എന്നും ഹോസ്പിറ്റലിൽ കിടക്കില്ലല്ലോ, ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. ഈ പറഞ്ഞതിനൊക്കെ ഇരട്ടി നിനക്ക് അനുഭവിക്കേണ്ടി വരുമടി എന്ന് പറഞ്ഞ് രാജീവ് ഫോൺ വലിച്ചെറിഞ്ഞു. പിറ്റേന്ന് രാവിലെ രൂപേഷിന്റെ വീട്ടിൽ. മോനെ, ഞാൻ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരാം. നീ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുമോ? മാലതി അമ്മ രൂപേഷിനോട് ചോദിച്ചു. അമ്മയ്ക്ക് കിട്ടിയതൊന്നും പോരെ? അതിന് അമ്മയ്ക്കല്ലല്ലോ കിട്ടിയത്, എനിക്കല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞതാ വെറുതെ ആവശ്യമില്ലാത്ത പേരുദോഷം കേൾക്കുമെന്ന്. ആ രാജീവൻ ഇന്നലെ എന്നെ എന്തൊക്കെയാ പറഞ്ഞത്? അമ്മയെല്ലാം കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. വാഷ്റൂമിൽ നിന്നും എല്ലാം കേട്ടിട്ടും എല്ലാം കഴിഞ്ഞപ്പോൾ അമ്മ ഇറങ്ങി വന്നു. രൂപേഷ് അല്പം ദേഷ്യം അഭിനയിച്ചു പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും പറയാൻ വല്ല അവകാശമുണ്ടോ മോനെ? നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ദേഷ്യം കൂടി ആ പാവത്തിനോട് തീർക്കും അയാൾ. നമ്മളായിട്ട് എന്തിനാണ് ആ കുട്ടിക്ക് ഒരു ദുഃഖം കൊടുക്കുന്നത്? അനുവിന്റെയും കുട്ടികളുടെയും മുഖം എന്റെ മനസ്സിൽ നിന്നും മായുന്നില്ല മോനെ. പ്രതീക്ഷയില്ലാത്ത തിളക്കം നഷ്ടപ്പെട്ട കണ്ണുകളാണ് അനുവിന്റെയും നന്ദമോളുടെയും. വളരെയേറെ ദുഃഖത്തോടെ മാലതിയമ്മ പറഞ്ഞു. ഇതേ സമയം DD ബാങ്കിലേക്ക് കാറിൽ വന്ന് ഇറങ്ങി രാജീവും തനുവും. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും രാജീവ് മുമ്പ് വിളിച്ച് പറഞ്ഞത് പ്രകാരം അവർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിൽ ചെന്നിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അധികം പരിചയമില്ലാഞ്ഞിട്ട് പോലും തനിക്ക് ഒരുപാട് സഹായം ചെയ്ത രാജീവനോട് തനുവിന് വല്ലാത്ത ഒരു ആരാധന തോന്നി. അയാൾ തന്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കുമെന്ന് തനു ചിന്തിച്ചു. അയാളോടുള്ള അടുപ്പം തന്റെ ജീവിതം തന്നെ നശിപ്പിക്കുമെന്ന് ആ പാവം അറിഞ്ഞില്ല. ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന വഴി രാജീവ് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാളുടെ കഴുകൻ കണ്ണുകൾ തനുവിന്റെ ശരീരം മുഴുവൻ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു.
തനു, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. രാവിലെ ബാങ്കിലേക്ക് വരാൻ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞാനൊന്നും കഴിച്ചില്ലടോ. ഇപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? കാർ ഒരു റെസ്റ്റോറന്റിന് മുന്നിൽ നിർത്തിയ ശേഷം രാജീവൻ പറഞ്ഞു. സർ, എനിക്കൊന്നും വേണമെന്നില്ല. സാറ് കഴിച്ചോളൂ. ഞാൻ കാറിലിരിക്കാം, തനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തു വർത്താനാടോ താൻ പറയുന്നേ? തന്നെ കാറിലിരുത്തി ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കുകയോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓഫീസ് ക്യാൻറ്റീനിൽ നിന്നും കഴിച്ചാ പോരെ? തന്നെ കൂട്ടുവിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്ന് വാടോ. എനിക്ക് വേറെ ആരുമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ തന്നെ വിളിക്കുന്നത് എന്ന് വളരെ സെന്റിമെന്റലായി രാജീവൻ പറഞ്ഞു. ഇനിയിപ്പോ അത് പറഞ്ഞ് സാറ് വിഷമിക്കേണ്ട, ഞാൻ വരാം സാർ എന്ന് പറഞ്ഞ് തനു കാറിൽ നിന്നും ഇറങ്ങി. രണ്ടുപേരും കൂടി റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചു. എന്താണ് സാർ വൈഫുമായി പ്രശ്നം? ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് തനു ചോദിച്ചു. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല തനു. അവൾക്ക് എന്നെ വേണ്ട, അതുമാത്രം അറിയാം. എന്റെ പണം മാത്രം മതി. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് പോലും അവൾക്ക് വെറുപ്പാണ്. വർഷങ്ങളായി ഞങ്ങൾ ഒരു മുറിയിൽ കഴിഞ്ഞിട്ട്. വളരെയധികം സങ്കടം അഭിനയിച്ച് ഇടക്കണ്ണിട്ട് തനുവിനെ നോക്കിക്കൊണ്ട് രാജീവ് പറഞ്ഞു. സാർ, ഇത്രയും അധികം വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളാണെന്ന് ആദ്യം കണ്ടപ്പോൾ തോന്നിയില്ല. സാരമില്ല സാർ, സാറിന്റെ സ്നേഹം ഒരിക്കൽ സാറിന്റെ ഭാര്യ മനസ്സിലാക്കും. തനു വളരെയധികം വിഷമത്തോടു കൂടി രാജീവനെ സമാധാനിപ്പിച്ചു. ഇന്നലെ ഞാൻ സാറിനെ കുറിച്ച് മഹിയേട്ടനോട് സംസാരിച്ചിരുന്നു. നാട്ടിൽ വരുമ്പോൾ സാറിനെ കാണണമെന്ന് മഹിയേട്ടൻ പറഞ്ഞു. തനു നിഷ്കളങ്കമായി പറഞ്ഞു. ഓ, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും തന്നോട് പറയുന്നത് മുഴുവൻ താൻ പബ്ലിസിറ്റി അടിക്കുകയാണോ? എൻ്റെ ഒരു നല്ല ഫ്രണ്ട് എന്ന നിലയിലാണ് ഞാൻ തന്നോട് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞത്. അപ്പോൾ തനിക്കും എന്നോട് ആത്മാർത്ഥതയില്ല അല്ലേ? രാജീവ് അല്പം വിഷമം കലർന്ന ദേഷ്യത്തോടെ പറഞ്ഞു. അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. മഹിയേട്ടനോട് നമുക്ക് എന്തും പറയാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. തനു രാജീവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിലും ഞാനൊരു വിഡ്ഢിയാണ്. തന്നോട് ഞാൻ എൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ചു. അത് പുറത്തെവിടെയും പോകില്ല എന്ന് ഞാൻ കരുതി. മൈ മിസ്റ്റേക്ക്. എന്നും താൻ എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. രാജീവൻ വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു. അയ്യോ സാർ, ഞാൻ എന്നും സാറിന്റെ നല്ല ഫ്രണ്ടായിരിക്കും. സാറ് പറയുന്ന കാര്യങ്ങൾ മഹിയേട്ടൻ അറിയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇനി പറയുന്നില്ല, പോരെ? സാർ ഇങ്ങനെ വിഷമിക്കല്ലേ. സാറിന് എന്നോട് എന്തും പറയാം. ഇനി ഞാൻ മഹിയേട്ടനോട് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞ് തനു രാജീവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഓക്കെ തനു, എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് തനുവിന്റെ ഇടത് കൈ പിടിച്ച് രാജീവ് തന്റെ നെറ്റിയിൽ വെച്ചു. രാജീവിന്റെ ഈ പ്രവൃത്തിയിൽ ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് രാജീവിന്റെ ദുഃഖത്തിന് ഒരു ആശ്വാസം എന്ന പോലെ ചെയ്തതാവും എന്ന് കരുതി തനു ആശ്വസിച്ചു. റെസ്റ്റോറന്റിൽ നിന്നും പിന്നീട് ഓഫീസിലേക്കുള്ള യാത്രയിൽ തനുവിനെ എങ്ങനെ തന്റെ വരുതിയിൽ കൊണ്ടുവരാം എന്ന തന്ത്രങ്ങൾ മെനയുകയായിരുന്നു രാജീവ്. ഓഫീസിലെത്തിയതും രാജീവും തനുവും വർത്തമാനം പറഞ്ഞ് കളിച്ചു ചിരിച്ചു വരുന്നത് കണ്ട് സുധീറും മിനിയും അവരെ തന്നെ വീക്ഷിച്ചു നിന്നു. മിനി അവിടുത്തെ UD ക്ലർക്കാണ്. അവിവാഹിതയാണ്. 5 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു. രാജീവൻ ഒരുപാട് സെന്റിമെന്റ്സ് പറഞ്ഞ് മിനിയുടെ പുറകെ നടന്നതാണ്. മിനിക്ക് തുടക്കത്തിൽ തന്നെ രാജീവിന്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് രാജീവിന്റെ വേലത്തരം ഒന്നും മിനിയോട് നടന്നില്ല. സുധിയെയും മിനിയെയും പുച്ഛിച്ചുകൊണ്ട് നോക്കിയ ശേഷം തനുവുമായി രാജീവ് അകത്തേക്ക് കയറിപ്പോയി.